മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിയോടായിട്ട് പറയുന്നുണ്ട്, കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ നല്ല ഉറക്കമായിരിക്കും എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, ശരിയാണ്, കുഞ്ഞ് പാല് കുടിച്ച് നല്ല ഉറക്കത്തിലായിരിക്കും, എന്താണെങ്കിലും ഒന്ന് വിളിച്ച് നോക്കണം കണ്ണേട്ടാ, എന്തെടുക്കുകയെന്നൊന്ന് അറിയണമല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. ജാനമ്മ കുഞ്ഞിന് പാല് കൊടുത്ത സമയത്ത് വയറിനസുഖം വന്നതുകൊണ്ട് ലേഖ തന്നെയായിരിക്കും കുഞ്ഞിന് പാലുണ്ടാക്കി കൊടുത്തിരിക്കുന്നതെന്നെല്ലാം മഹി കണ്ണനോട് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ജാനമ്മയെ ഏത് വിധേനയാണ് ഒഴിവാക്കേണ്ടതെന്നാണ് ലേഖ ആലോചിക്കുന്നതെന്നല്ല കണ്ണൻ പറയുന്നു. കുഞ്ഞിനെ കാണാതായിട്ടുള്ള വിവരം തന്നെ ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടുമില്ല. അതേസമയം മഞ്ജു ആണെങ്കിൽ ആകെ വിഷമത്തോടുകൂടി തന്നെ ഇരിക്കുന്നു. അപ്പോഴേക്കും ദുർഗയാണെങ്കിൽ മഞ്ജുവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ സാഗർ ഇത്ര പെട്ടെന്ന് പോകുന്നത് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മഞ്ജു ചോദിക്കുന്നു. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, മോൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതേസമയം മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും കുഞ്ഞിനെ കാണാനില്ലെന്ന് മഞ്ജു വളരെ വിഷമത്തോടുകൂടി പറയുന്നത് കേട്ട് ദുർഗയാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. ദുർഗ പറയുന്നുണ്ട്, എന്താണ് മോളെ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കരുണയ്ക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ സന്തോഷമാകുന്നു. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, കുഞ്ഞിനെ ഉറക്കിക്കിടത്തി ലേഖെടുത്തി കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുമ്പോഴേക്കും ദുർഗ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ നോക്കാനായിട്ട് അവിടെ ഒരു സ്ത്രീ ഉള്ളതല്ലേ, പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അവരവിടെ ഉണ്ടെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട്. ഇനി അവരെങ്ങാനുമാണോ കുഞ്ഞിനെ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. കുഞ്ഞാണെങ്കിൽ തീരെ പൊടിക്കുഞ്ഞല്ലേ, ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഇല്ലാതാക്കി കളയുമെന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് മഞ്ജു പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊന്നുള്ള വർത്തമാനങ്ങളൊന്നും പറയലേ എന്ന് പറയുന്നു. ഏട്ടത്തി ഇവിടെ ഇല്ലാത്ത സമയത്ത് കണ്ണേട്ടനെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും ഇവിടെയുള്ള രണ്ടുപേരുടെയും മുഖം കാണുമ്പോഴേക്കും എനിക്കിവിടെ നിൽക്കാൻ തന്നെ തോന്നുന്നില്ല എന്നെല്ലാം പറയുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, ശരിയാ മോളെ, എൻ്റെ മകനും മരുമോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കും അങ്ങനെ ചില സമയത്ത് തോന്നാറുണ്ടെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, പിന്നെ എന്തിനാണ് അവരെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇറക്കി വിടാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ വളരെ ഉച്ചത്തിൽ തന്നെ ചിരിക്കുന്നതായിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്, കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ മോളാണ് അമ്മ ഇങ്ങനെ കിടന്ന് ചിരിക്കേണ്ടതെന്ന് പറയുന്നു. അതേസമയം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം തന്നെ പ്രതാപം പറയുന്നത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും കിടന്ന് ഓട്ടമായിരിക്കുമെന്നെല്ലാം പറയുന്നു. അതേസമയം ഈ പ്രാവശ്യത്തെ തിരുവോണത്തിന് എൻ്റെ മോള് ചിരിക്കും, ലക്ഷ്മിയും കണ്ണനും കരയുക തന്നെ ചെയ്യുമെന്നെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ അവിടെ എല്ലാവരും വളരെ വെപ്രാളത്തിലായിരിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും വെപ്രാളം പിടിക്കട്ടെ എന്ന് പറയുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് മോഹിനി വരുന്നുണ്ട്. മോഹിനിയെ കാണുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ വല്ല അറിഞ്ഞിട്ടുള്ള വരവാണോടാ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, അവളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് അമ്മയെന്ന് പറയുന്നു. അങ്ങനെ മുത്തശ്ശി മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, നീ പോയിട്ട് പൂജാരിയുടെ മകനെയെല്ലാം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, പിന്നെ അമ്പലത്തിൽ പോയാൽ പൂജാരിയുടെ മകനെയും അവിടെ ഉള്ളവരെ എല്ലാവരെയും ഞാൻ കണ്ടു എന്ന് പറയുന്നു. സാരമില്ല അമ്മേ, ഞാനാണെങ്കിൽ ജയിലിലോട്ട് പോകുമ്പോൾ അവൾക്കൊരു കൂട്ട് വേണ്ടേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ വർത്തമാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടാത്തതെല്ലാം വന്ന് ചേരുന്നതെന്നെല്ലാം മോഹിനി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നിൻ്റെ മോളും നിൻ്റെ മരുമകനും കാരണമാടി എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപനും. അതേസമയം പ്രതാപം പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ മോളും അവരുടെ സൈഡിലോട്ട് തിരിഞ്ഞു, അവൾക്കിപ്പോൾ നമ്മളെ കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവളാണെങ്കിൽ മറുകണ്ഠം ചാടി എന്നെല്ലാം പറയുകയാണ് പ്രതാപൻ. എല്ലാവരും സ്വാർത്ഥതയാണ്, എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം മതിയെന്നെല്ലാം കരുണയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മോഹിനിയുടെ മുന്നിൽ പറയുമ്പോൾ മോഹിനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ കാര്യം തന്നെ മനസ്സിലാകുന്നുണ്ട്. പിന്നീട് കുഞ്ഞിൻ്റെ അന്വേഷിച്ച് നടന്ന് ആകെ വിഷമിക്കുകയാണ് അനന്തവും മാർക്കോയും. അങ്ങനെ അനന്ത് പറയുന്നുണ്ട്, എവിടെയും അന്വേഷിച്ചിട്ട് കണ്ടില്ലല്ലോ മാർക്കോ, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം സാറിങ്ങനെ തളരാതെ എന്ന് പറയുന്നു. ഇനി കണ്ണനും മഹിയും വരുമ്പോൾ ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്, എനിക്ക് പേടിയാകുന്നു മാർക്കോ എന്നെല്ലാം പറയുമ്പോൾ സാർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നമുക്ക് എങ്ങനെയാണെങ്കിലും കുഞ്ഞിനെ കണ്ടുപിടിക്കാമെന്ന് പറയുന്നു. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ടെന്നെല്ലാം അനന്ത് പറയുന്നുണ്ട്. പിന്നീട് മഹിയാണെങ്കിൽ കുഞ്ഞിൻ്റെ വിവരം അറിയാനായിട്ട് ലേഖയുടെ ഫോണിലോട്ട് വിളിക്കുന്നു. മഹിയുടെ ഫോൺ കാണുമ്പോഴേക്കും ലേഖയാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ലേഖ ജാനമ്മയോട് പറയുന്നുണ്ട്, മഹി വിളിക്കുന്നുണ്ട്, ജാനമ്മ ഞാൻ ഇനി എന്ത് ചെയ്യും, എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാതിരിക്കുകയാണ് ലേഖ. എത്ര വിളിച്ചിട്ടും ലേഖ ഫോൺ എടുക്കുന്നില്ലല്ലോ കണ്ണേട്ട, എന്തോ കുഴപ്പമുണ്ടെന്നെല്ലാം മഹി പറയുന്നത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, നീ ഒരു വിഷമിക്കേണ്ട, ഞാൻ അനന്തുവിനെ വിളിച്ച് നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ അനന്തുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അനന്ത് പറയുന്നുണ്ട്, കണ്ണനാണല്ലോ വിളിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, സാർ ഇപ്പോൾ എന്താണെങ്കിലും ആ കോൾ അറ്റൻഡ് ചെയ്യേണ്ട, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയതിന് ശേഷം മാത്രം അദ്ദേഹത്തിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്താൽ മതിയെന്ന് പറയുന്നു.
രണ്ടുപേരും വിളിച്ചിട്ട് കിട്ടാതെയാകുമ്പോഴേക്കും മഹിയും കണ്ണനും ആകെ പാനിക്കാവുകയാണ്. അവർ പറയുന്നുണ്ട് എന്ത് പറ്റിയോ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, അതുകൊണ്ടാണോ ലേഖയും അനന്തവും ഒന്ന് ഫോൺ എടുക്കാത്തതെന്നെല്ലാം രണ്ടുപേരും ആശങ്കപ്പെടുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തായടാ വിവരങ്ങളെല്ലാം, കുഞ്ഞിൻ്റെ എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ അവരെങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട് അമ്മേ എന്ന് പറയുന്നുണ്ട്. അതേസമയം കുഞ്ഞിനെ ആണെങ്കിൽ അവരാണെങ്കിൽ ആരുമില്ലാത്തൊരു ചതുപ്പ് സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ കൊണ്ടുപോയതിന് ശേഷം കുഞ്ഞിനെ ആരും കാണാതെ ആ ചതുപ്പ് സ്ഥലത്ത് കിടത്താനായിട്ട് അയാൾ ഒരുങ്ങുന്നു. അങ്ങനെ 4 വശത്തും നോക്കുമ്പോൾ ആരും കാണാതെയാകുമ്പോൾ പതിയെ കുഞ്ഞിനെ ആ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആരും കാണാതെ അയാൾ അവിടെ നിന്ന് പോകുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.